ഹായ് ഫ്രണ്ട്സ് ആയിട്ട് പോവാം. ഞാൻ ഫ്ലിക്സിൻ്റെ കയറുന്നു. എന്ത് സാർ ഇവളോട് സംസാരിക്കുന്നു? ഷുഗർ പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതല്ല ഷുഗറോട്ട് കേട്ട് ഹീറോയിനോട് പറയുന്നത് ഇതല്ല നമ്മളെ മുൻജന്മത്ത്. ഷുഗർ പറയായിരുന്നു സാർ ഇതൊന്നും ഞാൻ നമ്പില്ല എന്ന് പറയുന്നു. ഷുഗർ പിന്നെ ഫുൾ കുറിച്ച് പറയായിരുന്നു. അതെ ഹീറോ എങ്ങനെ ഡ്രീമിൽ നടന്ന കാര്യം മൊത്തം ആറും പറയുമ്പോൾ ഹീറോയ്ക്ക് ഷോക്ക്. അതുപോലത്തെ ഫ്ലിക്സ് ഷാക്ക്. ഫ്ലിക്സ് ഉണ്ടായിരുന്നു അതിൽ ഹീറോയിനെ വരെ ജയിക്കുന്നത്. അന്ന് 7 പേർക്ക് ഫ്ലിക്സിനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടില്ല, ടെൻഷനാണ്. ഫ്ലിക്സ് പറയുന്നു സാർ അങ്ങനെയൊന്നുമില്ല സാർ, എനിക്ക് ഗേൾ ഫ്രണ്ട് റിയ ഉണ്ട് സാർ എന്ന് പറയുന്നു. അങ്ങനെ അവർ മുണ്ടാതിരുന്നായിരുന്നു. അതുകൊണ്ട് ഇതിൽ ലൈഫിൽ ഞാൻ ഗേൾ ഫ്രണ്ട് സാർ, ഞാൻ അവളെ ലവ് ചെയ്യാം സാർ, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറയാൻ തന്നെയാണ്. അങ്ങനെ വീഡിയോ നമ്പർ ശരി ഓക്കെ എന്ന് പറയുന്നത് ഹീറോയ്ക്ക് കാരണം എന്താ സാർ? ഒന്നുമില്ല, എനിക്കെന്നോട് കുറച്ച് സംസാരിക്കാൻ വരുന്നത്. ഹീറോയ് പറയൂ സാർ എന്താ പ്രശ്നം എന്ന് പറയായിരുന്നു. വീഡിയോസ് നമ്പർ പറയായിരുന്നു മുൻജന്മത്തിൽ നീ എൻ്റെ വൈഫാണ്, ഞങ്ങളെല്ലാവരുടെ വൈഫാണ്. അതെ സാർ, മുൻപത്തെ നിങ്ങളുടെ വൈഫാണ് സാർ, അതെങ്ങനെ സാർ നമ്പാൻ പറ്റുമോ എന്ന് കേൾക്കുമ്പോൾ ഹീറോയിൻ അറിയാതെ മതി ചെയ്യുമ്പോൾ ആറം ബുക്ക് കാട്ടിയായിരുന്നു ഹീറോയിൻ്റെ അത്. എനിക്ക് ഫോണിൽ ചെക്ക് ചെയ്ത് പറയായിരുന്നു ഒരു ഇത് ചാനൽ. അങ്ങനെ ഫുൾ കാട്ടി ഹീറോയിൻ ഷോക്കായിരുന്നു. അതൊക്കെ സാർ ഇപ്പോൾ എന്താ ചെയ്യുക സാർ? ഇപ്പോൾ അങ്ങനെയൊന്നും എടുക്കില്ലല്ലേ സാർ, റിയൽ ലൈഫിൽ അങ്ങനെ ഒന്നുമില്ല. അത് മുൻജുമായി സാറില്ലേ സാർ? ഓക്കെ സാർ ഞാൻ പോവാം സാർ എന്ന് പറഞ്ഞ ഹീറോ അവിടുന്ന് മുങ്ങുന്നൊക്കെയായിരുന്നു. അതൊക്കെ അതൊക്കെ ഇപ്പം എന്താ സാർ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് 7 പേർക്ക് നമ്മൾ വീണ്ടും മാരേജ് കഴിക്കാമോ എന്നൊക്കെ ഹീറോയി. വീണ്ടും മാരേജ് സാർ? അത് മുൻജന്മത്തിൽ ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ്, ഇപ്പം മാരേജ് കഴിക്കുക എന്ന് കേൾക്കായിരുന്നു. ഹീറോയി അതൊന്നും സെറ്റാവില്ല സാർ എന്ന് പറഞ്ഞ ഹീറോയി ഒറ്റ ഓടിപ്പോയി. എൻ്റെ ഫാമിലി സമ്മതിക്കില്ല സാർ എന്ന് പറഞ്ഞ ഹീറോയി വേറെ വഴി ഒറ്റ പോയി. ചാക്കോ പിടിക്കാതൊക്കെയായിരുന്നു. ഹീറോയി ഓടിപ്പോയി. ശരി ഓക്കെ എന്നെ കുറച്ച് ഡേയ്സ് പോകട്ടെ. ഹീറോയി കോളേജ് പഠിച്ച് ഗ്രാജുവേറ്റായി ഭയങ്കര ഹാപ്പിയായി. ഫ്രണ്ട്സുടെ പറയുന്നു, റോസ് പറയുന്നു മച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ 3 പേര് അവരിപ്പോൾ ഹീറോയുടെ വീട്ടിലാണ് ഉള്ളത്. ഹീറോയിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ അതെ ഒരു റൂമുണ്ട് ഹീറോയിൻ്റെ വീട്ടിലുള്ളതാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നത് മച്ചി കൺഗ്രസ്റ്റി അതെടി അങ്ങനെ പറഞ്ഞ ഇവർ സംസാരിക്കാണ്. ഇനി ഹീറോയിൻ്റെ മമ്മി പറയുന്നത് ആരും വെല്ലടിക്കും, നിങ്ങൾ പോയിട്ട് നോക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡി ഒന്ന് വാത തുറന്നു. ഹീറോയിൻ ചേട്ടനോട് TV നോക്കുകയുണ്ടായിരുന്നു. അങ്ങനെ വാത തുറന്നായിരുന്നു. ആരാ ഇത് എന്ന് പറഞ്ഞ ഹീറോയിൻ്റെ ചേട്ടൻ വന്ന് നോക്കിയായിരുന്നു. ആരാ? പീറ്റേഴ്സ് നമ്പറല്ലേ പറഞ്ഞ ഹീറോയിൻ്റെ ചേട്ടൻ ഷാക്കായിരുന്നു. ആരായിട്ട് ഹായ് ഞാൻ അവളുടെ ചേട്ടൻ പേര് പറഞ്ഞായിരുന്നു. പീറ്റേഴ്സ് നമ്പർ വന്നായിരുന്നു, മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ മാസ്ക് ഊറിയിട്ട് അകത്ത് വരുമ്പോൾ ഷോക്കായിരുന്നു ഹീറോയിൻ മമ്മി ഡാഡി. നിങ്ങളെന്തായിരുന്നു പറയുന്നത്? അതുപോലെ പീറ്റേഴ്സ് മമ്മി ഡാഡി ഉണ്ടായിരുന്നു. അതൊന്നുമില്ല എൻ്റെ ഹീറോയിനെ ചോദിച്ചായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ മമ്മി ഡാഡിക്ക് ഷോക്കായിരുന്നു. ഓൾറെഡി വന്ന് ഹീറോയിൻ്റെ മമ്മിയുടെ ഡാഡിനോട് ചോദിച്ചു. ഡാഡി ഓൾറെഡി ഹീറോയിൻ്റെ മമ്മിയോട് പറയായിരുന്നു ഇപ്പം മാരേജ് കുറിച്ച് പറയായിരുന്നു. ഹീറോയിൻ്റെ ഡാഡി ശരി ഓക്കെ എന്ന് പറഞ്ഞ് സമ്മതിച്ച. ഹീറോയിൻ്റെ ഡാഡിക്കും ഒരു ഡ്രീം വന്നായിരുന്നു. അതേമാതിരി ഹീറോയിൻ്റെ ഡാഡിക്കും ആരാണ് ഫ്യൂച്ചർ ഹസ്ബൻഡ് ഇതൊന്ന് ഡ്രീം വന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ഡാഡി ശരി ഓക്കെ ഇവർ നല്ല ചെക്കനെ ഓക്കെ എന്ന് പറയായിരുന്നു. ഹീറോയിൻ എന്താണ് നടക്കുന്നതെന്ന് പറഞ്ഞു നോക്കും. ഹീറോയിൻ ഒരു ഡ്രസ്സ് ഇട്ട് വെളിയിൽ പോകാൻ നോക്കായിരുന്നു ഫ്രണ്ട്സ് കൂടെ. പിന്നെ ഹീറോയുടെ മമ്മിയോട് എത്തി ഇവർക്ക് നിങ്ങൾക്ക് മാരേജ് ആരെ കൂടെ 7 പേർക്കടെ ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് റോസ് യഥാർത്ഥ ഷാക്കായിരുന്നു. മച്ചി എന്തായാലും എനിക്ക് പീറ്റേഴ്സ് മറുകാണോ ലിയോ പറയണ അതേടി ഫ്ലിക്സ് പറയുന്നത് അയ്യോ ഇവരാ നീ എന്താടി ഇപ്പം വെറുക്കുന്നത് റോസ് കേൾക്കാൻ അയ്യോ ഫ്ലിക്സ് മൊത്തം കറി ഇപ്പോൾ റോസിലൂടെ പറഞ്ഞ ഷാക്കായിരുന്നു. ഹീറോയ്ക്കും ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് മാരേജ്. ഹീറോ 7 പേർ നോക്കി ആയിരുന്നു. അങ്ങനെ 7 പേരെ കൂടെ ഹീറോയ്ക്ക് മാരേജ് നടന്നു. ഇപ്പോൾ റൂമിൽ പോകാൻ പറയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. എങ്ങനെ പോവാം? ആ റൂമിൽ പോവാം, എൻ്റെ റൂമിൽ പോവാന്ന് ഹീറോ എസ്കേപ്പ് ആവാൻ നോക്കിയായിരുന്നു. അങ്ങനെ ഹീറോയുടെ മമ്മി ഡാഡിയും ഹീറോയ്ക്ക് പറഞ്ഞു വിട്ടായിരുന്നു. അതെ ഇപ്പോൾ പീറ്റേഴ്സ് മമ്മി ഡാഡി മമ്മി അയച്ചായിരുന്നു പോവുമ്മ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് വീടുള്ള ടെൻഷനായി. ഹീറോയുടെ മമ്മി സമ്മതാക്കാൻ പോവും മോളെ എന്ന് പറഞ്ഞു. ഹീറോയ്ക്ക് ടെൻഷനായി പോകുമ്പോൾ നോക്കുമ്പോൾ 7 പേർ ഹീറോയിന് ഒരു മണിക്കൂർ നോക്കരുത് എന്ന് ഹീറോയ്ക്ക് വീടുള്ള ചേഞ്ച് ആയിരുന്നു. അതിനായിട്ട് അവർ നൈറ്റ്സ്മെൻറ്റ് അതെ രാവിലെ ഹീറോ എന്ന് പറഞ്ഞ ഹീറോയ്ക്ക് ഇടുപ്പ് ഭയങ്കര വേദനിക്കുന്നു. ജിമ്മിൽ വന്ന ഹീറോയിനോട് പറയായിരുന്നു ആ ലൈഫിൽ ഫസ്റ്റ് കിസ് ചെയ്ത് ഞാനില്ലേ നീ പറയായിരുന്നു. ചുരുമൊക്കെയായിരുന്നു. 7 കൂടെ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച് 8 ബേബീസാണ്. ബ്രിട്ടീഷ് മെമ്പർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. മുൻജന്മത്തിൽ ഹീറോയെ പെണ്ണിട്ടായിരുന്നു 8 ബേബീസ്. ഹീറോ വേദനിക്കുമ്പോഴാണ് അതെ ജനിക്കാൻ പോകുന്നു. ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ
അത് കണക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിഞ്ഞാൽ ഹീറോയിൻ്റെ വെറ്റ് ബേബിയെന്ന് പവർ നോക്കുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര സാഡായിരുന്നു. ആദ്യമത്തെ ഇതാകില്ല ഈ ബേബി ഇപ്പോൾ വരുന്നവരും അവൾക്ക് ഭയങ്കര ഹാപ്പി. ഹീറോയ്ക്ക് ബേബീസ് ജനിച്ച് ഒരു ലാസ്റ്റ് ഗേൾ ബേബി 7 ബോയ്സ് ബേബിയാണ്. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിന്മാർ ഗേൾ ബേബിയാണ്. ഡേയ്സ് പോകാൻ തുടങ്ങി. ഡേയ്സ് നന്നായി പോകാൻ തുടങ്ങി. ഹീറോയിൻ്റെ ബേബീസ് വളർന്നു വലുതായി. ഇപ്പോൾ ബേബീസ്ക്ക് 6 വയസ്സായി. ഇപ്പോൾ ബേബീസ് പോയക്കൊണ്ടാക്കുക ഡാഡി ഡാഡി എന്ന് പറയായിരുന്നു. എന്താടാ ഇങ്ങനെ വഴക്കുണ്ടാക്കുക. ഹീറോ ബേബീസ് നമുക്ക് സ്മൈൽ ചെയ്തായിരുന്നു. ഗേൾ ബേബി ഹീറോ പറഞ്ഞ പോലെ കേൾക്കും. വോയിസ് ബാക്കി വോയിസ് എല്ലാം ഓരോ ഡാഡിമാരെയാണ്. ഹീറോയ്ക്ക് ശരിക്കും പേരായിരുന്നു. അങ്ങനെ ബേബീസ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ബേബീസ് ഡാഡി ഞങ്ങൾ ട്രിപ്പ് പോവാം എന്ന് പറഞ്ഞ ബേബീസ് ട്രിപ്പ് പോയി. ഹീറോ ശരി ഓക്കെ പിന്നെ എസ്കേപ്പ് ആവാം എന്ന് പറഞ്ഞ ഹീറോ പ്ലാൻ BTS മെമ്പർ 7 പേര് ഹീറോ നോക്കി കുറുക്കുറക്കായിരുന്നു. എന്താണ് ഇങ്ങനെ കുറുക്കുറുന്നൊക്കെ ശരിയില്ലല്ലോ. എസ്കേപ്പ് ചെയ്ത് ഓടാക്കി BTS മെമ്പർ ഹീറോ ടൈം ചെയ്ത് ഡേയ്സ് വന്നിട്ട് കുറേ ഹീറോ ബെഡിനിട്ടായി. അങ്ങനെ ബേബീസ് ജനിച്ച്. അതെ അത് പറഞ്ഞാൽ അതൊരു ട്വിൻസാണ്. 2 കുട്ടി അതെ 2 ഗേൾസ് ബേബിയാണ് ഹീറോയും മാറിയുള്ള. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയിൽ കൂടി ബേബീസിൽ കൂടി ഭയങ്കര ടാപ്പ് ചെയ്തിരുന്നു. ഇനി ബേബി വേണ്ടായിരുന്നു. പിന്നെ ബേബീസ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥം ഇപ്പോൾ ജിന്ന് നോക്കുമ്പോൾ ജിന്നൊക്കെ ഓരോന്ന് ഇങ്ങനെ വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അവർ മുമ്പത്തെ പവർ ഇപ്പോൾ അവർക്ക് വരാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് വരാൻ തുടങ്ങി. അത് മാത്രമല്ല ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അതായത് ഒരു ഫാരി പോലത്തെ വന്നായിരുന്നു. അത് പറയാൻ തുടങ്ങിയാണ് നിങ്ങളുടെ മുമ്പത്തെ പവർ നിങ്ങൾ സീക്രട്ടായിട്ട് വെക്കണം. പവർ നിങ്ങൾക്ക് ഓരോന്ന് പവർ അറിയും. പിന്നെ BTS മെമ്പർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അതെ അവർക്കും പവറുണ്ട്. മാത്രം അവരുടെ ബേബീസൊക്കെ പവറുണ്ട്. ബേബീസിക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കണം. ബേബീസ് പവർ സീക്രട്ടായിട്ട് യൂസ് ചെയ്യണം എന്ന് ബേബീസോട് പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബേബീസ് കൂടി ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് ഷാക്കായിരുന്നു. എന്താ പറയുന്നു ഫ്രണ്ട്സൊക്കെ ഓൾറെഡി മുൻജാതത്തിൽ അവർ രാജ്കുമാരിയായിരുന്നു. അവർക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. അതുതന്നെ ഫിലക്സിനെ മൂഞ്ചമ്പത്തിൽ അവൾ ലവ് ചെയ്തായിരുന്നു ലിയ. ഇപ്പം ഫ്ലിക്സാണ് ഈ ജനത്തിൽ ലവ് ചെയ്യുക. അങ്ങനെ അവർക്ക് ഭയങ്കര പവർ വന്നു. അവർ ഭയങ്കര ഹാപ്പിയാണ്. അവർ റോസൊക്കെ പറഞ്ഞാൽ റോസിൻ്റെ പാർട്ട്ണർ കണ്ടുപിടിച്ചായിരുന്നു. റോസിൻ്റെ പാർട്ട്ണർ കണ്ടുപിടിച്ചായിരുന്നു. അവനക്ക് പവറുണ്ട്. അവനക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബാങ് ചാൻ എന്ന് പറയുന്നു. ബാങ് ചാനക്കും പവറുണ്ട്. ബാങ് ചാനെ മാരേജ് കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവനൊരു ആക്ടറാണ്. അങ്ങനെയായിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട്. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.